സ്വീകരിച്ച് പിന്നെ അനങ്ങാണ്ടിരിക്കണ അപ്പൊ വായിക്കണ കണ്ടില്ലേ? അപ്പൊ പ്രേതത്തിന്റെ കഥ വായിക്കണം. വായിക്കാൻ അറിയോ? കൊച്ചിന് ബുക്ക് വായിക്കാൻ അറിയില്ലല്ലോ. വായിച്ച് കേൾപ്പിച്ചാ മതി. അപ്പൊ മതിയോ? എന്നോട് ഇരിക്കി വായിച്ച് പേടിയാവോ? പ്രേതത്തിന്റെ കഥ കേട്ടാ പേടിയാവോ? ഇല്ല. അപ്പൊ അങ്ങനെ അപ്പൊ വായിക്കട്ടാ. രാത്രി ഉറക്കത്തിൽ കിടന്നിട്ട് കരയോ? ഇല്ല. ഉറപ്പുള്ളോ? കാണാതാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു ചേച്ചിയോടൊപ്പം പോകുന്നുവെന്നാണ് സംസാരം. കാണാതാകുന്ന രാത്രി വളരെ ഇരട്ടിയ ശേഷം ചിലരെ അടുത്ത ദിവസം രാവിലെ കണ്ടെത്താനായിട്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ചേച്ചിയെക്കുറിച്ച് പറയുന്നത്. കുട്ടികൾ വെറുതെ ചേച്ചിക്കഥ മെനയുന്നുവെന്ന അഭിപ്രായം. മടങ്ങി വന്ന കുട്ടികളിലൊക്കെ കഴുത്തിൽ പല്ല് പതിഞ്ഞ പാട്, എലിയോ പട്ടിയോ മറ്റോ ആണെങ്കിൽ എല്ലാ പിള്ളേരെയും കഴുത്തിൽ കയറി കടിക്കുന്നു. എന്തായാലും അലഞ്ഞു തിരിയുന്ന കുട്ടികളെയും പട്ടികളെയും ശ്രദ്ധിക്കാനും പിടികൂടാനും പോലീസ് ശ്രമിക്കുന്നു. വേറെ ഭാഷയിലോ? വേറെ ഇങ്ങനെ ഭാഷയില? എന്നൊരു കാര്യം ചെയ്യാം. അപ്പ ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് അപ്പത്തിനാണ് വായിച്ചത് കൊച്ചിന് പറഞ്ഞുതരാം. ഓക്കെ? എടാ ഇതേ സംബന്ധിച്ച് അറിയാമോ? ഇതൊരു കുഞ്ഞിപ്പിള്ളേരുടെ മനുഷ്യന്മാരുടെ കഴുത്തിൽ കടിച്ച് രക്തം ഊറ്റി കുടിക്കുന്ന ആളുകൾ. ഇയാള് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പതിയെ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോകും. പുറത്ത് പോയിട്ട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ പതിയെ ഇങ്ങനെ എഴുന്നേറ്റ് വിളിച്ചെടുപ്പിക്കും. എന്നിട്ട് അവരിങ്ങനെ വശീകരിച്ച് വെച്ചാൽ മനസ്സിലായ? പേടിയാവോ? എന്നിട്ട് അവരിങ്ങനെ പതിയെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെന്ന് പതിയെ അവിടെ കഴുത്തിലുണ്ടല്ലോ, ഈ കഴുത്തിൽ ഇങ്ങനെ കടിച്ചിട്ട് ഈ രണ്ട് പല്ലുണ്ടാവില്ല, അപ്പോൾ ഈ പല്ലിനെ നീട്ടി ആ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചിട്ട് അവരുടെ കഴുത്തിലത്തെ ചോര ഇങ്ങനെ ഊറ്റി കുടിക്കും. എന്നിട്ട് അയാൾ അവരെ വിട്ടിട്ട് പോകും. അപ്പൊ ഈ കടി കൊണ്ട ആളുണ്ടല്ലോ, കടി കൊണ്ട ആള് ഇതുപോലെ തന്നെയാവും. ഇതുപോലെ തന്നെയായിട്ട് അയാള് വേറെ ചെന്നിട്ട് വേറെ ആൾക്കാർ ഇതുപോലെ ചെന്നിട്ട് പിടിച്ച് ഇങ്ങനെ കഴുത്തിന് കടിച്ച് ഇങ്ങനെ ചോര ഇങ്ങനെ ഊറ്റി കുടിക്കും. അപ്പം ഈ പുള്ളിയുടെ മെയിൻ പരിപാടി അതാ, ആൾക്കാരുടെ ഇങ്ങനെ ചോര കുടിക്കുക. അയാളുടെ പേരാണ് ഡ്രാക്കുള. എന്റെ മോനെ പിടിക്കുന്നില്ല. എന്റെ മോനെ പിടിച്ചു ഞാൻ അപ്പ എവിടെ ഇല്ലേ? ഡ്രാക്കുള നമ്മൾ അടിച്ചു കൊടുക്കില്ലേ? മോന്റെ അടുത്തേക്കൊന്നും ഡ്രാക്കുള വരാൻ പോലില്ല. അപ്പ ഓടിക്കലടാ ഡ്രാക്കുളനെ. എന്തിനാ പേടിക്കണേ? എന്തിനാ പേടി? ഡ്രാക്കുളൊക്കെ അവിടെ ഉള്ളതാ, പുറത്തുള്ള സ്ഥലത്തുള്ളതാണ് ഡ്രാക്കുള. ഇല്ല ആ Super.